ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഒരു നാടൻ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്കിനിയൊരു മസാല തയ്യാറാക്കി എടുക്കണം. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ ഒരു 8 ചെറിയ ഉള്ളി ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ പേസ്റ്റാക്കി വെച്ച് ഉള്ളതുകൊണ്ടാണ് പേസ്റ്റ് ചേർക്കുന്നത്. അല്ലെങ്കിൽ ചെറിയ കഷ്ണം ഇഞ്ചിയും 5-6 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം, ഒരു തണ്ട് കറിവേപ്പില, 3 പച്ചമുളക്, ഇത് മൂന്നും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുക്കണം നമുക്ക്. ഇതിപ്പോൾ നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ മസാല ഉണ്ടാക്കിയ പ്രത്യേക ഒരു സ്മെല്ലായിട്ട് ഇരിക്കും കേട്ടോ നമ്മുടെ ചിക്കൻ ഫ്രൈക്ക്. അപ്പോൾ നമ്മൾ ചിക്കനിലേക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ മസാല ഉണ്ടാക്കിയിട്ട് ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരല്പം വിനീഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വിനീഗറിന് പകരം ചെറുനാരങ്ങ നീരും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്. അതും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലവർ ഇതിൽ ഉപയോഗിക്കുന്നില്ല. അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചിക്കൻ ഫ്രൈക്ക്. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്യണം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഈ മസാല എത്തണം. ഇനി ഇതിലേക്ക് ഞാനൊരു പിഞ്ച് കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഒരു പാത്രത്തിൽ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ പീസസൊക്കെ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക്. അങ്ങനെ എല്ലാ സൈഡും നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.